السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله على عاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങൾ, കിതാബിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാബൽ ഇസ്ലാഹ് ബൈനന്നാസ്, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലെ 114 ആയത്തിൽ പറയും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹ് ബൈനന്നാസ്. അല്ലാഹുവിന്റെ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളുടെ രഹസ്യ സംസാരങ്ങളിൽ, അധിക സംസാരങ്ങളിലും ഒരു നന്മയുമില്ല. ഇല്ലാമൻ അമറ ബിസ്വദഖ, എങ്ങനെയായിട്ടല്ലാതെ ഒരാൾ ഒരു സ്വതക്ക ചെയ്യാൻ വേണ്ടി അയാൾ കൽപ്പിക്കുകയാണ്. ഔ മഅറൂഫ്, അല്ലെങ്കിൽ ഒരു നന്മയ്ക്ക് വേണ്ടി അയാൾ കൽപ്പിക്കുന്നു. ഔ ഇസ്ലാഹ് ബൈനന്നാസ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി അയാൾ മുൻകൈ എടുക്കുന്നു. പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആളുകൾ കൂടി നിന്ന് സംസാരിക്കാറില്ലേ? ഈ സംസാരത്തിനെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ സംസാരങ്ങളിൽ, അധിക സംസാരങ്ങളിലും ഒരു നന്മയുമില്ല. ഈ കാര്യങ്ങളല്ലാതെ നിങ്ങളൊരു നന്മ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ, അതല്ലെങ്കിൽ രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് കൂട്ടർ അവർ തർക്കത്തിലാണ്, കലഹത്തിലാണ്, അവർക്കിടയിൽ നമുക്ക് രഞ്ജിപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നവർ അല്ലാതെ എന്നാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ തമ്മിൽ കലഹിക്കുമ്പോൾ ആ കലഹം കണ്ടു നിൽക്കുകയോ അതല്ലെങ്കിൽ അതിൽ രഹസ്യമായി അതിൽ സന്തോഷിക്കുകയോ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. പക്ഷേ ഒരു വിശ്വാസിക്ക് ഒരിക്കലും അത് സാധിക്കില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്തിൽ നമ്മളെ അറിയിക്കുന്ന കാര്യമാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ മാത്രമാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ മാത്രമാണ്. ഇഖ്വ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ മാത്രമാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തുക. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തുക. ഈ ആയത്ത് അവതരിച്ച ഒരു സന്ദർഭം, സഹാബാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവർ ചെരുപ്പും ഈത്തപ്പനയോലയും എല്ലാം എടുത്ത് പരസ്പരം കലഹിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായി. അത് പതിയെ അത് ആയുധങ്ങളിലേക്ക് കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി. ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണിത് എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സുൽഹ് അത് പരമാവധി കഴിയുന്നത് പോലെ അതിൽ മുൻപന്തിയിൽ ഉണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അത് അവിടുന്ന് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു കാര്യമാണ്. അല അദുല്ലുക അലാ സ്വദഖ ഹിയ ഖൈറുൻ ലക മിൻ ഹുംറിൻ നിഅം. ഈ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്വദഖ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെ. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ സമ്പത്താണ്, ആഡംബര വാഹനങ്ങളിൽ ഉൾപ്പെടുന്ന വലിയ സമ്പത്താണ്. അങ്ങനെയുള്ള അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്വദഖ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതേ റസൂൽ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, തുസ്ലിഹ് ബൈനന്നാസ് ഇദാ ഫസദു. ആളുകൾ പിഴച്ചു പോയാൽ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഫസാദ്, കുഴപ്പവും ഫിത്നയും എല്ലാം ഉണ്ടായാൽ അവർക്കിടയിൽ ഇസ്ലാഹ് നടത്തുക. വതഖറബ് ബൈനഹും ഇദാ തബഅദു. ആളുകൾ അകന്നു പോയാൽ അവരെ അടുപ്പിക്കുക. ഇതാണ് ആ കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് വർത്തിക്കേണ്ടവരാണ് നമ്മൾ. കഴിയുന്നതും നന്മ മാത്രം ആളുകളിൽ ഉണ്ടാകാനും അതിന്റെ വാഹകരാകുവാനും, ആളുകൾക്കിടയിൽ രഞ്ജിപ്പും സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും അഭിവൃദ്ധിയും ഇതെല്ലാം ഉണ്ടാകുവാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അത് ഓരോരുത്തരായിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങൾ തന്നെ അതിന് വേണ്ടതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.